Praise God. ഈ പകലിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും സഹായിക്കട്ടെ. Praise God. Hallelujah. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വെനസ്ഡേ പ്രയർ കഴിഞ്ഞിട്ട് ഈ സൺഡേക്ക് വേണ്ടിയുള്ള മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലിരിക്കുകയൊക്കെ ചെയ്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു മെസ്സേജൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് മനസ്സിലത് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വാഗ്ദത്തത്തെക്കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ അതുവരെ വെച്ചുകൊണ്ടിരുന്ന വിഷയമെല്ലാം താത്തു വെച്ചിട്ട് ഞാൻ വാഗ്ദത്തത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ വാഗ്ദത്തം റോമാലേഖനത്തിൽ നിന്നുള്ളൊരു വാക്യത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അതിലാണ് ഞാൻ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ എന്താ ഈ വിഷയങ്ങൾ പെട്ടെന്ന് ദൈവം എന്നോട് ഇടപെടുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എനിവേ, റോമാലേഖനം 4-ാം അധ്യായത്തിലാണ് ആ വാക്യം. നമുക്കറിയാം, മരിച്ചവനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നുള്ള വിഷയമൊക്കെ അതിനകത്ത് വരുന്നതാണ്. രാത്രി 10 മണിക്ക് ശേഷം നാട്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. നാട്ടിൽ നിന്ന് 10 മണിക്ക് ശേഷം. അപ്പോൾ നാട്ടിൽ എന്തായിരിക്കും സമയം എന്നൊക്കെ അറിയാമല്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ ചോദിച്ചു, എന്താ? എന്നെ പറഞ്ഞു, ഉദരത്തിലുരുവായിരിക്കുന്ന കുഞ്ഞിന് ആവശ്യത്തിലുള്ള വളർച്ചയില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ എനിക്ക് നന്നായി മനസ്സിലായി. ആമേൻ. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ രാത്രി ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരും നാട്ടിലൊക്കെയാണ്. ബിജി മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ ഇന്നലെ ഡ്യൂട്ടിയുമായിരുന്നു. ഞാൻ തന്നെ ഉള്ളൂ. രാത്രി കുറേ സമയങ്ങൾ ഞാൻ ദൈവസന്നിധിയിലിരിക്കാനിടയായി. അപ്പം എനിക്ക് അതിനകത്തൊന്നൊരു കാര്യം പിടികിട്ടി. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില വിടുതലുകൾ ഇന്ന് പകൽ ഇതിൻ്റെ നടുവിൽ നടക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുന്ന റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കുള്ളത്. അതിനകത്ത് 16-ഉം 17-ഉം നമുക്കൊന്ന് വായിക്കാം. വാഗ്ദത്തം സകല സന്തതികൾക്കും അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ, വാഗ്ദത്തം ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള പഴയ വിശ്വാസികൾക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും അത് ലഭിക്കണമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇടപെടുകയാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം നമുക്ക്. ഈ ഭാഗം നമ്മൾ ഒരിക്കൽ ചിന്തിക്കാൻ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാലും ശരിക്കും ഇവിടെ ഈ വാഗ്ദത്തത്തിന് എപ്പോഴും നിൽക്കുന്ന ഒരു പ്രധാന കാര്യം, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കൂടെ എന്ന് പറയുമ്പോൾ അതിനാധാരം വിശ്വാസമാണ്. അത് മറക്കരുതാനും. നമുക്ക് ലഭിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ ആധാരം വിശ്വാസമാണ്. പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് വിരോധമായിട്ടുള്ള പല ഇഷ്യൂസും നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നാലും വാഗ്ദത്തം ചെയ്തവൻ
അവൻ വിശ്വസ്തനെന്ന് ഉള്ളിൽ നല്ല ബോധ്യമുണ്ടാവണം. നമ്മൾ നമ്മുടെ ദൈവത്തെ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, വാഗ്ദത്തം ചെയ്ത അബ്രഹാം പറയുന്ന വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ ഉള്ളിൽ ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിലും ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് വാഗ്ദത്തത്തിന്റെ വിഷയത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വാഗ്ദത്തം ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ചതാണ്, അല്ലെ? ദൈവത്തിങ്കിൽ നിന്നല്ലേ വാഗ്ദത്തം ലഭിച്ചത്. അപ്പൊ വെറുതെ ഒരു വാക്ക് പറയുന്നവനല്ല എന്റെ ദൈവം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ പറയുന്ന വാക്കിനകത്ത് അത് നിവർത്തിപ്പാൻ അവന് കഴിയുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവനത് പറയുന്നത്. പറഞ്ഞിട്ട് സോറി പറയത്തില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം ഒരാളോട് പറഞ്ഞിട്ട് അതിന് സോറി പറയത്തില്ല. സോറി പറയേണ്ട ആവശ്യമില്ല. കാരണം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിവർത്തിക്കാൻ കഴിയുമെന്ന് നല്ല ഉറപ്പുള്ളവനാണ് എന്റെ ദൈവം. അവൻ അസാധ്യം എന്ന് പറഞ്ഞൊരു കാര്യം അവന്റെ മുമ്പിലില്ല. എല്ലാം സാധ്യതകളുടെ മണ്ഡലങ്ങളാണ്. ശരിക്കും ദൈവത്തിന് അസാധ്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും അവൻ അസാധ്യമല്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത വിഷയത്തിലേക്ക് വരുമ്പോ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോയിട്ട് വചനത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് പോകാം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിന് മേളത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ ചിലപ്പോ ആ വാക്യം മനസ്സിലാവത്തുള്ളൂ. അബ്രഹാം തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു ദിവസം കൂടെ നടക്കുന്ന എലിയാസറിനെ നോക്കിയിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇവനായിരിക്കും എന്റെ അവകാശി, അനന്തരാവകാശിയായിട്ട് വരാൻ പോകുന്നത് എലിയാസർ ആയിരിക്കും എന്ന് പറയുമ്പോ ദൈവം അവനെ തിരുത്തുകയാണ്. ഒരിക്കലുമല്ല. നിന്റെ അവകാശി എന്ന് പറയുന്നത് നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ ആയിരിക്കും നിന്റെ അവകാശി. വായിക്കാം. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അബ്രഹാമിനെ ദൈവം പുറത്തോട്ട് വരാൻ വിളിച്ചു. അവൻ പുറത്തിറങ്ങി മേലോട്ട് നോക്കാൻ പറഞ്ഞു. മേലോട്ട് നോക്കി, നീ എന്തോ കാണുന്നു? നക്ഷത്രങ്ങളെ കാണുന്നു. ഓക്കെ, നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അത് കാണുമ്പോ ദൈവനോട് പറയുകയാണ്, ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. വേറൊരു ഭാഗത്ത് മണൽത്തരിയെ നോക്കിയിട്ട് ഈ മണൽത്തരി പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. ശരിക്കും പറഞ്ഞാൽ അബ്രഹാം അന്ന് മുതൽ താഴോട്ട് മേലോട്ട് നോക്കുമ്പോഴെല്ലാം അവന്റെ വാഗ്ദത്തം ഓർമ്മ വരും. താഴോട്ട് നോക്കിയാൽ മണൽ കാണുമ്പോൾ അവന്റെ വാഗ്ദത്തം ഓർമ്മ വരും. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രം കാണുമ്പോൾ അവന്റെ വാഗ്ദത്തം ഓർമ്മ വരും. ഈ വാഗ്ദത്തം ലഭിച്ച് ഇവൻ മുന്നോട്ട് പോകുക. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചു അവിടുത്തെ. അപ്പൊ 2 കാര്യങ്ങളാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്. ഒന്ന്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് പറഞ്ഞാൽ നിനക്കൊരു തലമുറയെ ഞാൻ അവകാശിയായി നൽകും എന്ന് പറഞ്ഞ് ഒന്ന്. രണ്ടാമത്, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ പുറപ്പെടുവിച്ചത് ഈ കനാൻ ദേശം നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായി തരാൻ വേണ്ടിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ദൈവം അബ്രഹാമിനോട് ഇടപെട്ടത്. എന്ത്? ഒന്ന്, പാർക്കാനുള്ള ഒരു ദേശം. 2, അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ഒരു തലമുറ. ഈ 2 കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് ഇടപെട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അബ്രഹാമിന്റെ യാത്ര തുടരുകയാണ്. അവന്റെ യാത്രയിൽ നമുക്കറിയാം. ഇനി നമുക്ക് റോമാലേഖനത്തിലേക്ക് തന്നെ പോകാം. ഇത്രയും കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ ഈ പോകുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഈ അതിന്റെ താഴോട്ടുള്ള റോമാലേഖനം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഏകദേശം
100 വയസ്സുള്ളവനാകിയാലും അവന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭമാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവന് വിശ്വാസം ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ വായിച്ചു വിടാൻ എളുപ്പമുള്ളൊരു ഭാഗം അല്ലെ, നമുക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാം. ആ വാക്യങ്ങൾ വായിക്കുന്ന ഉടനെ അബ്രഹാം നല്ലൊരു വിശ്വാസികളുടെ പിതാവെന്ന പേരുള്ളയാളാണ്. അവന്റെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അവന്റെ വിശ്വാസത്തിന് ദൈവം നീതിയായി കണക്കിട്ടു ഒക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഞങ്ങളും വളരെ സൂക്ഷിച്ചൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ആണെങ്കിലും ഹല്ലേലൂയ അത്തിവൃക്ഷം തളിക്കയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. കാരണം അത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇതൊന്നും ഇല്ലേലും ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, അങ്ങനെ ഒരാൾ വിളിച്ചു പറയുമ്പോഴേ ദൈവം അവനെ തള്ളിക്കളയത്തൊന്നുമില്ല. ദൈവം അവന്റെ കാര്യത്തിന് മേൽ നിയോഗങ്ങൾ നൽകുന്ന ദൈവമാണ്. ഇവിടെ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം അബ്രഹാം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ അവന്റെ ശരീരത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം അബ്രഹാമിന് എതിരായിരിക്കുന്നത് മറ്റൊന്നുമല്ല, അവന്റെ ശരീരം തന്നെ എതിരായിരിക്കുന്നേ. അവന്റെ ശരീരത്തിൽ നിർജീവത്വം വന്ന് കോശങ്ങൾ മരിച്ചു. ഇനി പുത്രോത്പാദനം നടക്കില്ല. മരിച്ചുപോയി. അപ്പോ അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാമേ ഒന്നാമത് നിന്റെ ശരീരം നിനക്കെതിരായല്ലോ, നിന്റെ വാഗ്ദത്തം ഇനി എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയും, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് തന്നിടത്തോടെ പറയാം, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. എന്റെ ഇന്നലകൾക്ക് അപ്പുറത്തേക്ക് ഇന്നലകളിൽ ഞാൻ കണ്ട പലതും അവൻ ഒതുക്കി കളയാൻ നോക്കിയപ്പോ ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, എന്റെ ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം എനിക്ക് വേണ്ടി ചലിക്കോ. ഇവിടെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഒറ്റ വാക്കിൽ അതിനെ നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ആഴമായ ഒരു വാക്കാ പറഞ്ഞിരിക്കുന്നേ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ കഴിയും. നമ്മള് ഇതൊക്കെ പറയുന്നുണ്ട് വിചാരിക്കും അബ്രഹാം എന്തോ വിശ്വസിച്ചത്. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ കപ്പിരിപ്പുണ്ട്, അതിനകത്ത് ചായ ഇരിപ്പുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞു. ഞാനൊരു ഒരു സിമ്പിൾ ആയിട്ടുണ്ട് ഹല്ലേലൂയ ഒരു കാര്യം പറഞ്ഞതാണ്, കപ്പ് അവിടെ ഇരിക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം റൈനാഡ് ബങ്കയുടെ ഒരു മെസ്സേജ് അദ്ദേഹം അതിനകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് ഞാനിങ്ങനെ തരിച്ചിരുന്നു പോയി. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗിന് അദ്ദേഹം നിൽക്കുകയാണ്. ആ മീറ്റിംഗിൽ നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് ഇടപെട്ട് ശക്തമായി ആ വിഷയത്തിനകത്ത് പുള്ളി ശ്രദ്ധിച്ചപ്പോ ഒരു മരിച്ചുപോയ മനുഷ്യന്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നു. ആ ഡെഡ് ബോഡി നോക്കിയിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റു. ആ ചരിത്രം റീനഡ് ബോങ്കെ പറയുകയാണ്. അതിനകത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവൻ ഉണ്ടായിരുന്നായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഒക്കെ പറയാമായിരുന്നു. പക്ഷെ വേറൊരു കാര്യം, അതിന്റെ അടിയിൽ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ബോഡി എംബാം ചെയ്ത ബോഡിയായിരുന്നു. അതിന്റെ പ്രോസസ്സിനകത്ത് ഈ ശരീരത്തിനകത്തെ അവയവങ്ങൾ റിമൂവ് ചെയ്തതായിരുന്നു. പക്ഷെ ഇവൻ ജീവനോടെ വന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ ഇല്ല എന്ന് പറഞ്ഞ സകല അവയവങ്ങളും അവനകത്ത് പുനഃസൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിയിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് എങ്ങനെ ദൈവത്തോട് കൂടെ നിന്നോ, അങ്ങനെ ഇന്ന് പകലും നിനക്ക് വേണ്ടി ദൈവം നിൽക്കുമെന്ന് പറയാൻ. നിന്റെ പ്രശ്നം എന്തുമായിക്കോട്ടെ, നിന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, നിന്റെ അനുഭവം എന്തുമായിക്കോട്ടെ, അതിന്റെ നടുവിൽ സൃഷ്ടിയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ
എംബാം ചെയ്ത അവയവങ്ങൾ റിമൂവ് ചെയ്ത ബോഡി തിരിച്ചു വന്നപ്പോ അവൻ ജീവനോടെ, പിന്നെ ഒരു കാലത്ത് അവൻ മരിച്ചുപോയി, അത് വേറെ കാര്യം. പക്ഷേ അവൻ ജീവനോടെ നടന്നപ്പോ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾ തിരിച്ച് അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പകലിനെ കേൾക്കുന്നെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് റിപ്പയർ ചെയ്ത് വെക്കുന്നവനല്ല എന്റെ ദൈവം. അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ദൈവപ്രവർത്തി നടക്കുമെന്ന് ഇന്ന് പകൽ എന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ചില സൗഖ്യങ്ങൾ ഇന്ന് പകൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില അത്ഭുതങ്ങൾ ശാരീരിക മണ്ഡലത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി. ഒത്തിരി പേര് അവരുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കിഡ്നി റീപ്ലേസ് ചെയ്യാനൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്നെങ്കിൽ ഒരു സർജറി ഇല്ലാതെ ഒരു കിഡ്നി മാറി മറ്റൊരു കിഡ്നി വെക്കാൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന്. എന്റെ ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം മടിക്കത്തില്ലെന്ന് ഈ പകൽക്കാലം ദൈവത്തിന് കരമതിന് വേണ്ടി ചലിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ല എന്ന് ചിന്തിച്ച് പലതും നമ്മൾ ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കാര്യം പറയട്ടെ. കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര ചെസ്റ്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നലത്തെ വേറെ കേൾക്കണോ? ഇന്നലത്തെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഒരു സ്വന്തം പോലും വരുന്നില്ലല്ലോ. സുജിൻ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവിടെ ആ മനുഷ്യനും അതൊക്കെ അങ്ങനെ തന്നെ ഈ കർത്താവിൽ വിശ്വസിക്കുക നല്ലത്. വേറെ ഒരു ഓപ്ഷനും ഇല്ല നിൽക്കുകയാണ്. അങ്ങനെ ഓപ്ഷൻ ഇല്ല നിൽക്കുമ്പോ ഞാൻ ഉറക്കെ പറയും, വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ. നിനക്ക് പിടിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഒരൊറ്റ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്റെ ദൈവം മാത്രമാണ് നിന്നെ വിടിവിക്കാനുള്ളത്. ഇന്ന് പകലത്തവർക്ക് വിശ്വസിക്കാൻ കഴിയും. നിന്റെ ദൈവത്തെ കൊണ്ട് നിനക്കൊരു വിടുതൽ ഇന്ന് പകൽ ചലിക്കുമെന്ന്. ഇന്ന് പകൽ നിന്റെ ശരീരത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ കൃപ ചലിക്കുവാൻ ഇടയാകട്ടെ. ശാരീരിക മണ്ഡലത്തിന്റെ മേൽ മാത്രമല്ല, നിന്റെ ഭൗതിക തലത്തിൽ ഞാൻ പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ കൊണ്ട് ഞാൻ നിൽക്കുകയല്ല. തുള്ളനും പച്ചപ്പുഴുവും വീട്ടിലും ഒക്കെ തിന്നു കളഞ്ഞ സമ്മത്സരങ്ങള് നിനക്ക് വേണ്ടി മടക്കി തരാമെന്ന് പറഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇല്ലായ്മകളെ മാറ്റാൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന എന്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെന്ന് ഈ പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. നിന്റെ മേൽ ദൈവിക അനുഗ്രഹം ഭൗതിക തലത്തിലും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വർഷത്തിനകത്ത് ദൈവം തന്ന ഒരു വാഗ്ദത്തമാണ്. ഈ ചർച്ചിന്റെ കൊയ്ത്തിന്റെ വർഷമാണ്. കൊയ്ത്തിന്റെ വർഷമാണ്. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇത് നമ്മൾ കാണും. ഇത് കൊയ്ത്തിന്റെ വർഷമാണ്. 5 മാസം കഴിയുകയാണ്. കൊയ്ത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൊയ്ത്ത് നടക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി 5-6 മാസം കൂടെ കഴിഞ്ഞ് ഡിസംബർ വരുമെന്ന് അന്ന് എഴുന്നേറ്റ് എന്ന് പറയുമ്പോ എന്താ കൊയ്ത്തെന്നുള്ളത് പറയണമെങ്കിൽ ഇന്ന് പകൽ വിതച്ചതിന്റെ മേൽ ദൈവത്തിന്റെ മുൻമഴയും പിന്മഴയും ഒക്കെ അയച്ച് ചിലതിനെ വളർത്തിയെടുക്കാൻ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടേ പറ്റൂ. അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസഭ തയ്യാറായേ പറ്റൂ. ദൈവം അത് ചെയ്യുമെന്ന്.
ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. റീനാണ്ടൊക്കെ പറഞ്ഞ ആ അനുഭവത്തെ വിശ്വസിക്കാൻ ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആമേൻ. നമ്മൾ ആ കാര്യത്തെ വിശ്വസിക്കുന്നത് റീനാണ്ടൊക്കെയല്ല വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. മറക്കല്ലേ? ആമേൻ. ആമേൻ. ഈ ചർച്ചിനകത്ത് ആമേൻ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടോന്ന് എനിക്കറിയില്ല. ആമേൻ. ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുടുംബം ഇതിന്റെ നടുവിൽ വന്നു. ആ ഒന്നുണ്ടായിരുന്നവർക്കെല്ലാം അറിയാം. ആമേൻ. കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിയോട് അന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നിന്റെ പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെട്ടു, ദൈവം നിന്നെ തൊട്ടിട്ടുണ്ട്, ധൈര്യമായിട്ട് പോകാമെന്ന്. എനിക്കറിയില്ല ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ജഗത്ത് ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട് പറയുന്നേ. ആമേൻ. അതിനുശേഷം എന്തിനാ അവനെ കുടുംബത്തോട് ചോദിച്ചു, എന്തിനാ കരഞ്ഞ്, എന്താ പ്രശ്നം എന്താ? ആമേൻ. ശക്തമായ ദൈവിക ദൂതായിരുന്നു അന്ന് പഴയ സ്ഥലത്ത് വെച്ചാൽ. ആമേൻ. പുറത്താരോട് പറഞ്ഞില്ല, ഞങ്ങളോട് വന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ കൺസീവ്ഡ് ആയിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ കുഴപ്പമുള്ള കുഞ്ഞ, അബോർട്ട് ചെയ്തേക്കാൻ ഡോക്ടർ പറഞ്ഞു. ആമേൻ. 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 ഡോക്ടറിന്റെ അബോർഷൻ റെക്കമെൻഡേഷൻ അവൾ സ്വീകരിച്ചില്ല. ബേസ് ഒറ്റ കാര്യ, ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെട്ടെന്നുള്ള ഒറ്റ ദൂത്. അവർ ഈ ചർച്ചിലില്ല. അങ്ങനെ വന്ന എത്രയോ പേര് ഇതിലെ വന്നിറങ്ങി പോയിട്ടുണ്ടെന്നറിയാം. പക്ഷേ ആ കുഞ്ഞുണ്ടായപ്പോ ഡോക്ടർമാർ പോലും അതിശയിച്ചു നിൽക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാത്തൊരു നോർമൽ ബേബി. ആ കുഞ്ഞിനെ കൊണ്ട് അവരിവിടെ വന്നിരുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ദൈവമാണ് നിന്നോട് ഇടപെട്ടതെങ്കിൽ, ദൈവത്തിന്റെ ദൂതാണ് നിന്റെ ചെവിയിൽ മുഴങ്ങിയതെങ്കിൽ, ഈ പകൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാഹചര്യത്തെ നോക്കിയോ, മെഡിക്കൽ റിപ്പോർട്ടിനെ നോക്കിയോ, ആമേൻ, ആമേൻ, നിന്റെ മനസ്സ് ചഞ്ചലിക്കരുത്. ആമേൻ. നിന്റെ മനസ്സിനകത്ത് വേദനിക്കരുത്. നീ ചഞ്ചലത്തോടെ നിൽക്കരുത്. കാരണം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാ. അത് ദൈവത്തിന്റെ ദാനമാ. ആമേൻ. ദൈവകൃപ ചലിക്കാൻ ഇടയാകട്ടെ. ആമേൻ. അവിടെ കൊണ്ട് ഞാൻ നിൽക്കുകയില്ല. വാഗ്ദത്തം അതിന് നേരെ സാഹചര്യങ്ങൾ എതിരായാലും. ഈ പറയുന്ന അബ്രഹാമിന്റെ കാര്യം വന്നപ്പോ തലമുറകളുടെ കാര്യം വന്നു. ആമീൻ. എന്നാൽ ഞാൻ അടുത്തതിലേക്ക് കയറുകയാണ്. തലമുറ മാത്രമല്ല, അവന്റെ മുമ്പിൽ ദൈവം വെച്ച ഭയങ്കര ഒരു വ്യവസ്ഥയായിരുന്നു. ആമീൻ. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം അവകാശമായി കൊടുക്കും. നിന്നോട് ഈ ദേശത്തെ കുറിച്ച് ദൈവം ഒരു കാര്യമെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്ത് നീ പാർക്കുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ എന്ത് സാഹചര്യങ്ങളും വന്നോട്ടെ, നിയമങ്ങളും വന്നോട്ടെ, ദൈവമാണ് ഇടപെട്ടതെങ്കിൽ നീ ഇവിടെ പാർത്തിരിക്കും. നിന്റെ തലമുറ ഇവിടെ പാർക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ തലമുറ ഇവിടെ പാർക്കും. ആമേൻ. കാരണം അത് ദൈവിക ദൂത ആമേൻ ആയതുകൊണ്ട്. ദൈവം ഇടപെട്ടെങ്കിൽ, ഇടപെട്ടില്ലെങ്കിൽ ആമേൻ. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. ഇവിടെ ആ ജനത്തിന് ദൈവം അവരോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ഭാഗം. ഈ ദേശം ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി തരും. പക്ഷേ നിന്റെ സന്തതി 400 സംവത്സരം പരദേശികളായി മറ്റൊരു ജാതിയെ സേവിക്കേണ്ടവരും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോഴാണ് ആ കാലഘട്ടവും ഈ കാലഘട്ടവും നമ്മളൊരു വ്യത്യാസം നിങ്ങളുടെ ഉള്ളിൽ നല്ല ബോധ്യമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. അന്ന് ദൈവം പറയുന്നത് കേൾക്കാനല്ലാതെ തിരിച്ചൊരു മറുപടി പറയാൻ ആ കാലഘട്ടത്തിൽ അവർക്ക് അനുവാദമില്ല. അതൊരു ഇൻസിഡന്റ് ആയിട്ട് അവരുടെ ഉള്ളിൽ അവർ സ്വീകരിക്കുകയാണ്. എന്റെ തലമുറയ്ക്ക് അത് സംഭവിക്കും എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുകയാണ്. ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. ഇതാണ് പലരും പറയുന്നത് വിധിയാണല്ലോ എന്ന് പറയുന്ന കാര്യം. ഇതൊരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. പലപ്പോഴും പലരും പറയുന്ന കേൾക്കാം, ഓ ഇത് എന്റെ വിധിയാണല്ലോ, അല്ലെ എന്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ, എന്റെ അനുഭവം ഇതാണല്ലോ, ഇത് ദൈവത്താൽ വന്നതാണ്. പൗലോസ് പോലും അവന്റെ ശരീരത്തിലുണ്ടായ പ്രശ്നത്തിന് ദൈവത്തോട് ചോദിച്ചു, ഇത് മാറ്റിത്തരത്തില്ലയോ? പൗലോസിനോട് പറഞ്ഞു, നിന്റെ വെളിപ്പാടിനെ ആധിക്യം കൊണ്ട് നകളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ വെച്ചതാ. അങ്ങനെ ഒരു മറുപടി ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ പുതിയ നിയമവിശ്വാസി നീ ആയിരിക്കുന്നത് കൃപായുഗത്തിൽ. ആമേൻ. പഴയ നിയമ കാലഘട്ടത്തിനകത്ത് ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ മോശ ഇടിവിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ അബ്രഹാം ഒന്നും ഈ വിഷയത്തിന്റെ പുറത്ത് ദൈവത്തോട് ഇടപെട്ടേ ഇല്ല. അബ്രഹാം ഒരു കാര്യത്തിൽ മാത്രം ഇടപെട്ടു. ലോത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ദൂതൻ വന്നപ്പോ അന്തരം ഇടപെട്ടു. അതും ക്ലോസ് വെച്ച 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? പക്ഷെ പുതിയ നിയമത്തിൽ വരുന്ന ഉടനെ ഇങ്ങനെ ഒന്നും ഇല്ല പ്രിയമുള്ളവരെ. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്റെ മേൽ പകർന്നിട്ട് ദൈവാലോചനയാണ് എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പുറത്ത് ദൈവത്തോട് ചോദിക്കാൻ പറ്റും, നിനക്ക് ഇത് മാറ്റിത്തരത്തില്ലയോ? പ്രശ്നങ്ങൾക്കകത്ത് കിടന്ന് കറങ്ങിയിട്ട് ഈ സാഹചര്യം ദൈവത്താൽ വന്നതാണെന്ന് പറയുന്ന അനേകർ ഇന്നുകൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് അവരങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ കാര്യം ഞാൻ പറയാം. ദൈവസന്നിധിയിൽ ചോദിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തോട് ഇടപെടാനും നിനക്കും എനിക്കും ദൈവം അധികാരം തന്നിട്ടുണ്ടെങ്കിൽ, മക്കൾ എന്ന പദവി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പനോട് മക്കൾ ചെന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ പറയാൻ കഴിയുമെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു ദിവസം വായിച്ച വാക്യമുണ്ട്, ഒരു മകൻ ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആദരിക്കുമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുന്ന ഉടനെ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ എടുക്കണ്ട. യേശു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ വിട്ടു പോകരുത്, ഇവിടെ ഇരിക്കണേ. ഇരുന്നാൽ ഞാൻ ചെന്നിട്ട് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമാണ് യേശുവിനെ ഇനി വിട്ടേക്കാമെങ്കിൽ ഞാൻ പകരം പരിശുദ്ധാത്മാവിനെ അയച്ചേരാണ്. ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവരുടെ മേൽ ആത്മാവ് വരുമെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഇതിനു മുമ്പ് അവർ അനുഭവിച്ചിട്ടുണ്ട്. അവര് യേശു ആയിരുന്ന സമയത്ത് ഊതി അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഇങ്ങനൊക്കെ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. പക്ഷേ അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവരെല്ലാം ഒരു സാധാരണ മനുഷ്യരാ, സാധാരണ ആൾക്കാരാ. മുക്കപ്പന്മാരും അങ്ങനെയൊക്കെയുള്ള പല ജോലികളിൽ ഏർപ്പെട്ട
നഷ്ടപ്പെട്ടിരുന്നവരെ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് യേശുവിന്റെ കൂടെ തന്നെ നടക്കുകയായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു, ഒരുപാട് വിഷയങ്ങളൊക്കെ കണ്ടു. പക്ഷെ യേശു പറഞ്ഞിട്ട് പോയത് കൊണ്ട് ഇവർ നേരെ മാളിക മുറിക്കകത്ത് കയറി. അവൻ മാളിക മുറിക്കകത്ത് സമയങ്ങൾ ചെലവഴിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. വചനം പറയുന്നു, അവർ ശക്തി ലഭിച്ചിട്ട് അവർ പുറപ്പെട്ടു. ശക്തി ലഭിച്ചിട്ട് അവർ പുറപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയ ഒരു വലിയ പ്രോസസ് ആയിരുന്നു പരിശുദ്ധാത്മാവുടെ മേൽ വന്നത്. പരിശുദ്ധാത്മാവുടെ മേൽ വന്ന. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിന് വേണ്ടി നോക്കിയിരിക്കാൻ നീയും ഞാനും തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. തളർന്നു പോകാതെ ഓടും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ആർക്കായി സമയമുള്ളത്? നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും എന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വാഗ്ദത്തം നിന്റെ മേൽ വന്നിറങ്ങും. നമ്മളിവിടെ ഭൂമിയിലെ പല കാര്യങ്ങളെ കുറിച്ച് വാഗ്ദത്തം പറയുമ്പോൾ ഇത് പറയാതെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവം യേശു പോകാൻ നേരം പിതാവിന്റെ വാഗ്ദത്തം പറഞ്ഞേച്ചാ പോയെ. ഒരു വാഗ്ദത്തം കൂടെ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞ് ആത്മാവിനെ തരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ മടങ്ങി വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ ഞാൻ മടങ്ങി വരും. അങ്ങനെ ഒരു വാഗ്ദത്തം കൂടി നീ ശേഷിച്ചിട്ടുണ്ട്. നിവർത്തിയാകാതെ കിടക്കുന്ന ഒരു വാഗ്ദത്തം, അത് നിവർത്തീകരിക്കപ്പെടും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞ ഒരു കാര്യം പോലും നടക്കാതിരുന്നിട്ടില്ല. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതത് സമയത്ത് നടന്നിട്ടുണ്ട്. സമയം വെച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതത് സമയത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം. പലരുടെ ഉള്ളിൽ നിന്നും കർത്താവിനെ നോക്കിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് മറ്റു പലതിലും നമ്മുടെ ശ്രദ്ധകൾ പൊക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ യേശു വരും വരും വരും. എത്ര പേർക്ക് അവനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് കൊയ്ത്ത് നടക്കണം, ഇതിനകത്ത് ആള് കൂടി വരണം എന്നൊക്കെ പറയുമ്പോ ഞാനൊരു കാര്യം കൊണ്ട് എടുത്തു പറയാം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ് കുറെ ചർച്ച് മെമ്പേഴ്സിനെ ചേർക്കാനല്ല എന്റെ ദൈവം വരുന്നത്. ഹലോ, വിശ്വസിക്കുന്നവരെ ശിഷ്യന്മാരാക്കാനാ പറഞ്ഞേ, അല്ലേ? ആരുടെ ശിഷ്യനാക്കണം? ആരുടെ ശിഷ്യനാക്കണം? എന്റെ യേശുവിനെ ശിഷ്യനാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ്. അതിലാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അവിടെയാണ് നമ്മുടെ പരിപാടി കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ കൈകൊട്ടി പാടി ആരാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവിന്റെ വരവിൽ നമുക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. തടസ്സപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാൻ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദൈവം ഇടപെട്ട പല ഇടപെടലുകളുണ്ട്. പല ദൈവിക ശബ്ദങ്ങൾ നിന്നോട് ഇടപെട്ട സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്നെ ശുശ്രൂഷാമണ്ഡലത്തിലാക്കുമെന്നോ നിന്റെ ഭൗതിക തലത്തെ കുറിച്ചോ തലമുറയെ കുറിച്ചോ തുടങ്ങി ദൈവം ഇടപെട്ട ഏതൊക്കെ മേഖലകളുണ്ടോ, ഈ മേഖലകൾക്കെല്ലാം ഇന്ന് പകൽ വാഗ്ദത്തം പ്രസംഗിക്കുന്ന ദിവസം ഒരു റിലീസ് വരും. ഞാൻ പറയുന്നത് ഇന്ന് പകൽ ഇവിടെ വിളിച്ചു പറയുന്ന ഈ വചനമുണ്ടല്ലോ, ആ വചനം ചിലതിനെ വെട്ടി ചിലതിനെ ജയമെടുക്കുന്ന ദിവസമായിരിക്കും ഈ വാഗ്ദത്തം. പ്രിയമുള്ളവരെ,
അബ്രഹാമിനോട് തന്നെ ചോദിക്കാം, അബ്രഹാമേ സാഹചര്യം മോശമായല്ലോ. അവൻ പറയും, എന്നോട് ദൈവം ഇടപെട്ടു, ഒരു ഇടപെടലുണ്ട്. ദൈവം എന്നോട് പറഞ്ഞ കാര്യം, അയ്യോ അവന്റെ ശരീരം നിർജീവമായി പോയല്ലോ. ഹല്ലേലൂയ. അബ്രഹാമിന് വിഷയമല്ല, കാരണം നിർജീവമായ എന്റെ ശരീരമാ, എന്റെ യേശു ഇപ്പോഴും ജീവിക്കുന്നു. പറയുമോ? ഹല്ലേലൂയ. എന്റെ ദൈവം ഇപ്പോഴും ജീവിക്കുവാന്നേ, എന്റെ ദൈവം ഇപ്പോഴും ജീവിക്കുവാന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. അവിടുത്തെ സാഹചര്യം ഭയങ്കര മോശമായി. പ്രിയമുള്ളവരുടെ സാഹചര്യങ്ങൾ നമ്മളെ ഹല്ലേലൂയ സ്വാധീനിക്കല്ലേ. പലപ്പോഴും സാഹചര്യങ്ങളുടെ പുറത്താണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ, ഒരു സാഹചര്യം മോശമായാൽ നമ്മുടെ ചിന്തകൾ മോശമാകും. സാഹചര്യം മോശമായാൽ നമ്മുടെ വിശ്വാസം പോയി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യത്തിനനുസരിച്ചല്ല നമ്മുടെ ജീവിതം പോകേണ്ടത്. നമ്മൾ പറയും സാഹചര്യത്തിനനുസരിച്ചല്ലേ പാസ്റ്റർ ജീവിക്കുന്നത്. അതെ, സാഹചര്യത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ സാഹചര്യത്തിനകത്തും ഒഴുക്കിന് അനുകൂലമായിട്ടല്ല നീ നീന്തേണ്ടത്, ഒഴുക്കിനെതിരെയാണ് നീന്തേണ്ടത്. കാരണം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആ സ്വപ്നമുണ്ടല്ലോ, ദൈവം വെച്ച ദർശനം. പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയും, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും വരും, താമസിക്കത്തില്ല. പ്രിയമുള്ളവനെ, വളരെ വ്യക്തമായിട്ട് ഇന്ന് പകൽ ചില വിടുതലുകളുടെ ചലിച്ചേ പറ്റും. അത് ഈ നഷ്ടപ്പെട്ടു പോയിരിക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവപ്രവൃത്തി പോരാ. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ചത്ത മോശങ്ങളൊക്കെ ഇന്ന് പകൽ ജീവിച്ചേ പറ്റൂ. ചത്ത മോശങ്ങൾ ഇന്ന് പകൽ ജീവിച്ചേ പറ്റൂ. സാഹചര്യം എന്തുമായിക്കോട്ടെ, ചത്ത മോശങ്ങൾ ഇന്ന് പകൽ ജീവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ പറയത്തില്ലയോ, രക്തോട്ടം കുറവാണ്, മരവിപ്പുണ്ട്, ഇങ്ങനൊക്കെ പറയത്തില്ല. ഇതൊക്കെ ഇന്ന് പകലൊന്ന് മാറിയേ പറ്റൂ. കാരണം മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. പോരാ, നമ്മുടെ നടുവിൽ വാഗ്ദത്ത പ്രകാരം വന്നിട്ടുള്ള ഒരു ദൈവമുണ്ട്. എന്റെ കർത്താവ് ഇന്ന് പകൽ ജീവനോടെ എന്റെ നടുവിൽ ഉള്ളപ്പോ നീയും ഞാനും ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളിൽ ജീവനില്ലാത്ത മണ്ഡലങ്ങളുടെ ജീവൻ വ്യാപരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ ചലനം ഇന്ന് പകൽ വ്യക്തികളുടെ മേൽ വെളിപ്പെടുവാൻ ഇടയാക്കണം. ഇന്ന് പകൽ ഹല്ലേലൂയ, ഞാൻ പറയുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഉണ്ടാകുമെന്നൊരു വാക്ക് പറയാനല്ല. ഇന്ന് പകൽ ചിലതിന്റെ നിവർത്തി ഇന്നും പകൽ വെളിപ്പെട്ടേ പറ്റൂ. ആ നിവർത്തിക്ക് വിരോധമായി ചലിക്കുന്നത് ഇരുളിന്റെ അധികാരമാണോ? ഈ പകൽ അത് വെട്ടപ്പെടുവാൻ ഇടയാകട്ടെ. ഈ വാഗ്ദത്തത്തിന്റെ വിരോധമായി ചലിക്കുന്നത് പോരാട്ടമാണോ? ആ പോരാട്ടങ്ങൾ നീങ്ങിപ്പോകട്ടെ. പൈശാചിക മണ്ഡലമാണോ? ഇന്ന് പകൽ നാഥനായ യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങട്ടെ. ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമായി ഇന്ന് പകലാകുന്നു. അതിന് വിരോധമായ സകലതും ഈ പകൽ നീങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകൾക്ക് തടസ്സമായി കൊയ്ത്തിന് തടസ്സമായി വ്യാപരിച്ചു നിൽക്കുന്ന യോർദാന്റെ ശക്തികൾ ഇന്ന് പകൽ മന്ത്രനായ യേശുവിൻ നാമത്തിൽ കീഴടങ്ങട്ടെ. അഭിഷേകത്തിന്റെ ചലനത്തിന് മുൻപാകെ സകല ദുരാത്മ മണ്ഡലങ്ങളിൽ കീഴടങ്ങട്ടെ. ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസമാകട്ടെ ഇന്ന് പകൽ. ദൈവകൃപ ചലിക്കുവാൻ കർത്താവേ, അവിടുത്തെ പ്രവൃത്തി കാര്യങ്ങൾ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. Oh, hallelujah. Praise to Jesus. Hallelujah. Hallelujah. യോർദാൻ എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. അത് കൊയ്ത്തിന്റെ സമയത്തൊക്കെ അത് കര കവിഞ്ഞൊഴുകും. പലരുടെയും പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന വളരെ പ്രതീക്ഷയുടെ കാര്യങ്ങൾ ചെയ്തത്, പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന ഒരു വ്യാപാരമായിട്ട് പലപ്പോഴും യോർദാൻ കരകവിഞ്ഞൊഴുകാറുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ, ആ കരകവിഞ്ഞൊഴുകിയ യോർദാന്റെ മേൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളക്കാൽ ചവിട്ടിയപ്പോ അതിന്റെ മേലൊഴുക്ക് നിന്നെങ്കിൽ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത്
അവന്റെ കൊയ്ത്തിന് വിരോധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാനിൽ ശക്തികളുടെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കാലുകളുകയാണ്. അവൻ പെട്ടെന്ന് ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളങ്കാലിരിക്കുന്നിടത്ത് യോർദാൻ ഒഴുക്ക് നിൽക്കുമെങ്കിൽ ഈ പകൽക്കാലം അവൻ യോർദാൻ അവിടെ നിൽക്കട്ടെ. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവൻ ഈ കൊയ്ത്ത് ഞങ്ങൾ കൊയ്തേ പറ്റൂ. ഈ കൊയ്ത്ത് ഞങ്ങൾക്ക് കൊയ്തേ പറ്റൂ. അവൻ ഇതിനകത്ത് വെള്ളം കയറി നഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഈ വിതച്ചതൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല. ഒരു ദൈവ പ്രവൃത്തിയുടെ പകലായി സ്വന്തം ചെയ്യണം. കരകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവൻ ദൈവത്തിന് ചലിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ, 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 ദൈവകൃപ. ആമേൻ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തിക്കായി പൈശാചിക തന്ത്രങ്ങൾ അതിന്റെ വേരുകൾ മുറിഞ്ഞു പോകട്ടെ. വ്യക്തികളുടെ മേൽ ഒരു സ്വാധീനവും ഇന്ന് പകലില്ലെന്ന് യേശുവിൻ നാമത്തിൽ നിങ്ങൾ ചേർക്കൽപ്പിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം. നിന്നോടുള്ള വാഗ്ദത്തത്തിൽ നീ അവിശ്വസ്തനായി എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോകത്തില്ലത്തെ. എന്റെ ദൈവം വിശ്വസ്തനാണ്. ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും കാര്യങ്ങളുടെ ഇടപെടലുകൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ സമയം ഇച്ചിരി എടുത്തെന്നിരിക്കാം. പക്ഷെ നിന്റെ വാഗ്ദത്തം അത് കൈവിട്ടു പോകത്തില്ല, കൈവിട്ടു പോകത്തില്ല, കൈവിട്ടു പോകത്തില്ല. ഇന്ന് പകൽ അത്ഭുതകരമായ ചിലത് ഇവിടെ മാത്രമല്ല, വിദൂരത്തിൽ ഉള്ളവരുടെ മേലും ഇന്ന് പകലതിന്റെ ചലനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വാഗ്ദത്തം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാനുള്ളതല്ല, ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടാനുള്ളതല്ല. വാഗ്ദത്തത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇടപെട്ടേ പറ്റൂ. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച അങ്ങനെ വിശ്വസിച്ച അബ്രഹാമിനോട് ദൈവം അത് നീതിയായി കണക്കിട്ടുവെങ്കിൽ അങ്ങനെ വിശ്വസിച്ച അബ്രഹാമിന് ദൈവം ലഭിക്കത്തക്കവണ്ണം ദൈവം ഇടപെട്ടുവെങ്കിൽ ഈ പകൽക്കാലം ദൈവകൃപയ്ക്കായി ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങൾ ഇടപെടലുകൾ ഉണ്ടാകുവാൻ അത്ഭുതകരമായ ദൈവിക പദ്ധതികൾക്കായി ദൈവകരത്തിലേക്ക് സകലത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവെ ഇവിടുന്ന് സഹായിക്കണമേ. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പ കൃപ കൊണ്ട് നിറച്ചാണ്. പരിശുദ്ധാത്മാവെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നേ.